പത്തനംതിട്ട ഒഴികെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ജനിതകമാറ്റം വന്ന വൈറസ് സാന്നിധ്യമുണ്ടെന്ന റിപ്പോർട്ട്. വോട്ടെടുപ്പിന് മുമ്പ് പല ജില്ലകളിൽ നിന്നായി ശേഖരിച്ച സാമ്പിളുകളുടെ ഫലമാണ് സർക്കാർ ലഭിച്ചത്. പഠന റിപ്പോർട്ട് പ്രകാരം ആകെ രോഗികളിൽ 40% ജനിതകമാറ്റം വന്ന തീവ്ര വ്യാപനശേഷിയുള്ള വൈറസാണ്. UK വകഭേദം കൂടുതൽ വടക്കൻ ജില്ലകളിലാണ്. കോവിഡ് വ്യാപനം ഗുരുതരമായി കൂടിയതിന് കാരണവും ഈ ജനിതകമാറ്റം വന്ന വൈറസ് തന്നെയാണെന്നാണ് വിലയിരുത്തൽ. ജനിതകമാറ്റം വന്ന വൈറസ് വ്യാപിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾക്കപ്പുറത്തേക്ക് ലോക്ക്ഡൌൺ തന്നെ വേണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം. ആദ്യം ഉമേഷാണ് ചേരുന്നത്. ഉമേഷ്, ഏതായാലും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറയുകയുണ്ടായി ജനിതകമാറ്റം വന്ന വൈറസുകളുടെ സാന്നിധ്യത്തെക്കുറിച്ച്. സ്വാഭാവികമായിട്ടും വടക്കൻ കേരളത്തിൽ അത്തരം വൈറസുകളുടെ കൂടുതൽ പ്രഭാവം കാണുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ പുതുതായിട്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വിവിധ ജില്ലകളിൽ വൈറസിന്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ കോട്ടയത്തൊക്കെ വലിയ തോതിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് സ്ഥിതി? അതായത് 3 വകഭേദങ്ങളാണ് നിലവിൽ സംസ്ഥാനത്ത് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഭയപ്പെടുന്ന 3 വകഭേദങ്ങൾ. അതായത് UK, ദക്ഷിണാഫ്രിക്ക, കൂടാതെ മഹാരാഷ്ട്രൻ വേരിയൻ്റ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വേരിയൻ്റ്. ഈ 3 വകഭേദങ്ങളും ഇന്ത്യയിൽ കേരളത്തിൽ കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം. 13 ജില്ലയൊഴികെ 1 ജില്ലയൊഴികെ 13 ജില്ലകളിലും UK വേരിയൻ്റ് എന്നറിയപ്പെടുന്ന വൈറസ് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ തീവ്ര വ്യാപനശേഷിയുള്ള വൈറസാണിത്. ഇത് കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് ഒരുപക്ഷെ രോഗികളെ എത്തിക്കില്ല എങ്കിൽ പോലും വളരെ പെട്ടെന്ന് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാനാണ് സാധ്യത. ഈ വൈറസ് 13 ജില്ലകളിലും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ കണ്ടെത്തിയിട്ടുള്ളത് വടക്കൻ ജില്ലകളിലാണ്. കണ്ണൂർ 75% ഈ UK വേരിയൻ്റാണ് കണ്ടെത്തിയത്. കൂടാതെ വയനാട്, മലപ്പുറം, കാസർഗോഡ്, എറണാകുളം ജില്ലയിൽ 50% മുകളിലാണ് UK വേരിയൻറ്റിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത്. മറ്റൊരു വൈറസ്, അല്ലെങ്കിൽ മറ്റൊരു ആശങ്കപ്പെടുത്തുന്ന വൈറസ് ദക്ഷിണാഫ്രിക്കൻ വൈറസാണ്. ദക്ഷിണാഫ്രിക്കൻ വകഭേദം ഏറ്റവും കൂടുതലുള്ളത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിൽ 21.43 ഈ ദക്ഷിണാഫ്രിക്കൻ വകഭേദമായ വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത്. കൂടാതെ വയനാട് ജില്ലയിലും ദക്ഷിണാഫ്രിക്കൻ വകഭേദം കൂടുതലായി കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം 8% മുകളിലാണ് വയനാട് ജില്ലയിൽ ദക്ഷിണാഫ്രിക്കൻ വകഭേദത്തിന് കൂടുതലായി കണ്ടെത്തിയത്. എന്നാൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തീവ്രത കൂടിയതുമായ വകഭേദം ഇന്ത്യൻ വകഭേദം തന്നെയാണ്. അതായത് മഹാരാഷ്ട്രയിൽ ഏറ്റവും അധികം കണ്ടെത്തിയിട്ടുള്ള ഇന്ത്യൻ വകഭേദം. ഇത് കോട്ടയം ജില്ലയിലാണ് ഏറ്റവും അധികം കണ്ടെത്തിയിട്ടുള്ളത്. 19.05% വകഭേദം, ഏറ്റവും കൂടുതൽ ഈ അപകടകാരിയായ ഇന്ത്യൻ വകഭേദം കണ്ടെത്തിയിട്ടുള്ളത് കോട്ടയം ജില്ലയിലാണ്. കൂടാതെ മറ്റ് ജില്ലകളിലും നേരിയ അളവിൽ ഈ ഇന്ത്യൻ വകഭേദം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഓർക്കേണ്ടത്, ഇതെല്ലാം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ശേഖരിച്ച സാമ്പിളിൽ നിന്നാണ് ഈ റിസൾട്ടുകളെല്ലാം വന്നിട്ടുള്ളത്. അതായത് മാർച്ച് അവസാനം ഏപ്രിൽ ആദ്യവാരവുമായി ശേഖരിച്ച സാമ്പിളിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് വ്യാപകമായി കോവിഡ് വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ വൈറസ് വ്യാപനം കൂടുന്നുണ്ട്. സ്വാഭാവികമായി ഈ കണക്കുകൾ, അതായത് നമ്മൾ കണ്ട UK വേരിയൻ്റ്, ദക്ഷിണാഫ്രിക്കൻ വേരിയൻ്റ്, കൂടാതെ ഇന്ത്യൻ വേരിയൻ്റ്, ഈ 3 വേരിയൻറ്റും ഒരുപോലെ കേരളം മുഴുവൻ എത്താനാണ് സാധ്യത കൂടുതൽ. എന്തായാലും ഓരോ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് എല്ലാ കേരളം മുഴുവൻ എത്തിയിരിക്കാം. പുതിയ റിസൾട്ട് കൂടി വരാനുണ്ട്. മറ്റൊരു കാര്യം, ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന പോലെ വരാൻ പോകുന്ന 2 ആഴ്ചകൾ, പ്രത്യേകിച്ച് മെയ് പകുതി വരെ ഈ പറയുന്ന അതിവ്യാപന ശേഷിയുള്ള വൈറസ് തീവ്ര വ്യാപനത്തിന് സാധ്യതയുള്ള സമയം, കൂടുതൽ ശക്തമായ നിയന്ത്രണങ്ങൾ, സത്യം പറഞ്ഞാൽ ലോക്ക്ഡൗൺ അടക്കമുള്ള അവസ്ഥയിലേക്ക് പോകണം എന്ന് ആണോ ആരോഗ്യ വിദഗ്ധർ കരുതുന്നത്? തീർച്ചയായും ആരോഗ്യ പ്രവർത്തകരുടെ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ഏറ്റവും പ്രധാന സംഘടനയായ IMA ഇന്നലെ തന്നെ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് കേരളം ഒരാഴ്ചയെങ്കിലും ലോക്ക്ഡൗൺ നടപ്പാക്കണം. കാരണം ഈ വൈറസ് വകഭേദത്തിൻ്റെ ഏറ്റവും പ്രധാന സവിശേഷത, അത് വളരെ പെട്ടെന്ന്, അതായത് ക്ലോസ് കോണ്ടാക്റ്റിൽ തന്നെ വരണമെന്നില്ല. അല്ലാതെ തന്നെ ഏറ്റവും അടുത്ത്, അല്ലെങ്കിൽ സാമൂഹിക അകലം നമ്മളിപ്പോൾ പാലിക്കുന്നത് പോലെ 2 അടി മാറി നിന്നത് കൊണ്ട് മാത്രം കാര്യമാകുന്നില്ല. ഇത് വലിയ രീതിയിൽ അതിൽ കൂടുതൽ മാറി നിന്നാൽ പോലും ഈ വകഭേദം എന്ന വൈറസുകൾക്ക് വ്യാപനശേഷിയുണ്ട്. അതാണ് നിലവിൽ ഒരാഴ്ചയെങ്കിലും ഏറ്റവും കുറഞ്ഞത് സംസ്ഥാനം പൂർണ്ണമായി അടച്ചിടണമെന്നുള്ള നിർദ്ദേശം ആരോഗ്യ പ്രവർത്തകർ മുന്നോട്ട് വെച്ചത്. എന്തായാലും അതിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന സർവകക്ഷി യോഗവും അത്തരമൊരു തീരുമാനമെടുത്തു. പൂർണ്ണമായ ഒരു ലോക്ക്ഡൗണിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനമെടുത്തു. എന്തായാലും പടിപടിയായി സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക എന്നുള്ള ഒരു നടപടിയിലാണ്, അല്ലെങ്കിൽ അത്തരമൊരു രീതിയിലാണ് സർക്കാർ ഊന്നൽ നൽകിയിരിക്കുന്നത്. അതിൻ്റെ ആദ്യ പടി കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടിരുന്നു. കൂടാതെ വാരാന്ത്യ നിയന്ത്രണങ്ങൾ അതും കഴിഞ്ഞതാണ്. ഇന്നു മുതൽ പുതിയ നിയന്ത്രണങ്ങൾ നിലവിൽ വരികയും ചെയ്തു.
കൂടുതൽ നിയന്ത്രണങ്ങൾ നിലവിൽ വരികയും ഇതിൻ്റെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്ത ശേഷം ഇത് പ്രായോഗികമായില്ല എങ്കിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനാകും അല്ലെങ്കിൽ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങളിൽ നൽകുന്ന സൂചന. എന്തായാലും ആരോഗ്യ മേഖലയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നത്. കാരണം നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളിൽ വളരെ പെട്ടെന്ന് കോവിഡ് ഉയർന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യഘട്ടം അല്ലെങ്കിൽ ആദ്യ വേവിൽ പീക്ക് കർവ്